ആരെല്ലാം ഉണ്ടോ ലൈവില്? ആരെല്ലാം ഉണ്ടോ? ധൃതി പിടിച്ചു വന്ന ലൈവാണ്. ആകെ വിയർത്തിരിക്കുകയാണ്. ടൈം ഞാനും വിട്ടുപോയായിരുന്നു. ലൈവിലാരും കാണുന്നില്ല. നോക്കട്ടെ. ഒരാൾ വന്നിട്ടുണ്ട് ലൈവില്. നോക്കട്ടെ, ഞാൻ എൻ്റെ ഹായ് ആരാണെന്ന് അറിയാൻ വയ്യ. ഒരു ഹായ് പറയുമോ? അതിനകത്ത് മെസ്സേജ് വരുന്നോന്ന് അറിയാൻ വേണ്ടിയാ. ഒരു ഹായ് പറയാമോ? എനിക്ക് എൻ്റെ ഇതിനകത്ത് ലൈവ് വന്നിട്ടില്ല. ഞാനതാണ് നോക്കുന്നത്. ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ ലൈവ് വന്നിട്ടില്ല. ഒരു ഹായ് പറയാമോ? അനീഷ് കൊച്ചുറുപ്പ് ഹായ് 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 കൊച്ചു. ഞാൻ വേറൊന്നുമല്ല, എന്റെ ഫോണിനകത്ത് ലൈവ് വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒരു സെക്കൻഡ്. അപ്പൊ ഞാൻ പറയാം, ബി വിശേഷങ്ങൾ തന്നെയാണ് പറയുന്നത്. വളരെ എക്സ്ക്ലൂസീവായ ന്യൂസാണ്. സാധാരണ ഈ യൂട്യൂബ് ചാനലുകാർ പറയുന്നതിനൊക്കെ ഒരു റീച്ച് കിട്ടാനൊന്നുമല്ല. കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയും. യാതൊരു സംശയമില്ല. കറക്റ്റ് കാര്യങ്ങൾ പറയുന്നത്. ഒരു കാര്യത്തിനകത്ത് ഒരു പൊടി പോലും കള്ളമില്ല കേട്ടോ. കറക്റ്റ് കാര്യമാണ് പറയുന്നത്. അതിനകത്ത് ഒരു ലെവലേശം പോലും വെള്ളമില്ല. ഇതിനകത്ത് ഭാഷയ്ക്കൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് വരാറുണ്ട്. വിൻസെന്റ് പെപ്പയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അനീഷ് കൊച്ചുറുപ്പ് ഹായ്. അനീഷ് കൊച്ചുറുപ്പ് ഹായ്. ഞാനിത് പറയുന്നതിന് മുമ്പ് പറയാം, ബേബി നിർത്തി എന്ന് പറഞ്ഞ് എല്ലായിടത്തും ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ബേബി നിർത്തി, ബേബി മലയാളം സീസൺ 3 നിർത്തി എന്ന് പറഞ്ഞ് എല്ലാ രീതിയിലും ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. അത് ന്യൂസ് കവർ ചെയ്ത് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് കാട്ടുതീ പോലെ പടരുന്നു. ഏകദേശം വെറും 10K സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലുകളുടെ വ്യൂസൊക്കെ 100K വ്യൂസ് ആവുന്നു. അവർക്കൊക്കെ മോണിറ്റൈസേഷനകത്ത് അവർക്ക് നല്ല രീതിയിൽ പണം കിട്ടുന്നു. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. എന്താണ് ആക്ച്വലി നടന്നത് അത് കറക്റ്റ് ആയിട്ട് നമ്മളൊന്ന് പറയും. ഭാഷാക്ക് അതാണ് കറക്റ്റ് കാര്യം. ഭാഷാക്ക് വന്നിട്ടുണ്ട്. ഭാഷാക്ക് എന്തുകൊണ്ടാണ് ഈ ബിഗ് ബോസ് സീസൺ 3 നിർത്തിയത് എന്നുള്ളത് ഭാഷയ്ക്ക് ഒന്ന് പറ. ഞാൻ അറിഞ്ഞത് ഒരു മുട്ടയിൽ ആരും കൂടോത്രം ചെയ്ത് എറിഞ്ഞു. അത് ഒരു മുട്ടയാണോ 2 മുട്ടയാണോ 3 മുട്ടയാണോ 4 മുട്ടയാണോ എന്നുള്ള സംശയം. ഭാഷയ്ക്ക് കറക്റ്റായിട്ടത് പറയും. ഇതൊന്ന് രസം വേണമല്ലോ. രസം വേണം. കാര്യത്തിന്റെ കൂടെ രസം വേണം. ഞാൻ അറിഞ്ഞത്, ഞാൻ ഫാൻ നിട്ടോട്ടെ. അപ്പം ഞാൻ അറിയാൻ കഴിഞ്ഞത് സത്യസന്ധമായ കാര്യം പറയല്ലോ. അത് ചിലപ്പോൾ ആൾക്കാർ പറയും നമ്മള് പറയുന്നത് അന്ധവിശ്വാസത്തെ വളർത്തുകയെന്ന്. അതല്ല, ബിഗ് ബോസ് സീസൺ 3 നിൽക്കാൻ പ്രധാന കാരണം ഒരു മുട്ടയിലുള്ള പണിയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഭാഷക്ക ലൈവിലുണ്ട്. ഭാഷക്ക 4 മുട്ടയാണെന്നാണ് ഭാഷക്ക പറയുന്നത്. ഭാഷക്ക 4 മുട്ടയിലുള്ള പണിയാണ് ബിഗ് ബോസ് സീസൺ 3 നടന്നിരിക്കുന്നത്. ഭാഷക്ക ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് വരാനുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇനി ഇതിനകത്ത് നടക്കാൻ പോകുന്നത്? ഭാഷക്ക പറയും. അതിലേക്ക് ഞാൻ ഒരു കാര്യം പറയാം. ബിഗ് ബോസ് സീസൺ 3 നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നത് ബിഗ് ബോസ് സീസൺ 3 അടങ്ങില്ല. സിന്ധു ഹായ്. ഭാഷക്ക കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയണേ. സിന്ധു ഹായ്. വേവ് ചെയ്യാം. ദയവ് ചെയ്ത് ഈ ലൈവ് കാണുന്നവരെല്ലാവരും ഇന്ന് ഷെയർ ചെയ്യണം പ്ലീസ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ വൈറൽ ആൻഡ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത്, ഞാൻ എന്താ സംഭവം അറിയോ, ഞാൻ ഈ ലിങ്ക് ഒന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ ഈ ലൈവ് ഒന്ന് ദയവ് ചെയ്ത് ഷെയർ ചെയ്യണം. ഇതെല്ലാവരും കാണേണ്ട ലൈവാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ലൈവ് ഷെയർ ചെയ്തോട്ടെന്ന് കാണുന്നു. എല്ലാവർക്കും വിനീതമായിട്ട് അഭ്യർത്ഥിക്കാൻ അപേക്ഷിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് ഈ ബിഗ് ബോസ് സീസൺ 3 ഇപ്പോൾ നിർത്താനുള്ള സാഹചര്യം ഉണ്ടായത്? ഭാഷക്ക നേരത്തെ ഭാഷക്ക ഞാൻ പറയാം. അത് ഞാൻ പറയുന്നില്ല, ആരാണെന്ന് പറയുന്നില്ല. അത് ഭാഷക്ക തന്നെ അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഏതോ ഒരു കണ്ടസ്റ്റന്റ്, ഏത് കണ്ടസ്റ്റന്റ് അല്ല, ഏതോ ബിഗ് ബോസ് സീസണിന്റെ മുൻ കണ്ടസ്റ്റന്റ്, ആ കണ്ടസ്റ്റന്റ് പേര് ഞാൻ പറയുന്നില്ല, കണ്ടസ്റ്റന്റ് നടത്തിയ മുട്ട പ്രയോഗമാണ് ഈ ബിഗ് ബോസ് സീസൺ 3 നിർത്തിയതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത് തമാശയായിട്ട് പറഞ്ഞു കൊടുക്കാം, പക്ഷെ തമാശയല്ല, വളരെ സീരിയസ് ആണ്. അതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾ ഈ ലൈവ് തീരുമാനം മനസ്സിലാവും. എന്താണ് എന്റെ കാര്യം? സീരിയസ് ആയിട്ട് പറയാം. ആ കാര്യം എന്താണെന്ന് ബിഗ് ബോസിലെ മുൻ കണ്ടസ്റ്റന്റായ ഒരു വ്യക്തി നടത്തിയ വളരെ ഹീനമായ കൃത്യം ഞാൻ പറയുന്നില്ല, കേസെടുക്കാൻ പോലും പറയുന്നില്ല, പക്ഷേ മുട്ടയിലുള്ള പ്രയോഗമാണ് ഈ ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത്. ഷീബ ബിനു ഓക്കെ ഡൺ. ഓക്കെ. അപ്പം ഇനി ഒരു കാര്യം ലൈവ് ഷെയർ ചെയ്യുക. ഇപ്പൊ ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ബിഗ് ബോസ് സീസൺ 3 യഥാർത്ഥത്തിൽ നിർത്തിയില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലൈവ് തുടങ്ങാൻ നേരത്ത് നമ്മൾ ചിന്തിച്ചിരുന്ന കാര്യം, ബിഗ് ബോസ് സീസൺ 3 നിർത്തിയില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ ഈ ലൈവിനുള്ള എല്ലാ പരസ്യങ്ങൾ ചെയ്തതും ലൈവ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചതും എല്ലാം അങ്ങനെ തന്നെ, യാതൊരു സംശയമില്ല. ബിഗ് ബോസ് സീസൺ 3 നിർത്തിയില്ല എന്നുള്ളതില്ല. പക്ഷേ ബിഗ് ബോസ് സീസൺ 3 നിർത്തുന്നു എന്ന് ഏതാനും മിനിറ്റുകൾക്കകമുള്ള ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം,
ബിഗ് ബോസ് സീസൺ 1 സാബു ടൈറ്റിൽ വിന്നർ ആവുകയും ബിഗ് ബോസ് സീസൺ 3 ആരും ടൈറ്റിൽ വിന്നർ ആവുകയും പിരിയുകയും ചെയ്ത സാഹചര്യം മൂന്നാമത്തെ സീസൺ അങ്ങനെ പോയാൽ ആ ബിഗ് ബോസിന് രാശിയില്ല എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുണ്ടാവും. അതുകൊണ്ട് ഇത്തവണ ടൈറ്റിൽ വിന്നറെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ടൈറ്റിൽ വിന്നറെ പ്രഖ്യാപിച്ച് തലയൂരും. അത് ഏത് രീതിയിലാണ് ടൈറ്റിൽ വിന്നറെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ മാത്രം തീരുമാനമായിരിക്കും. അതുകൊണ്ട് അത് എങ്ങനെയെന്നുള്ളതും നമുക്ക് ഈ ലൈവ് തീരുമ്പോഴത്തേക്കും ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വല്ലാത്തൊരു അജ്മൽ മുഹമ്മദ് കൊച്ചുറന്ന് വല്ലാതൊരു മുട്ടപ്രയോഗമാണെന്ന്. അതേ വല്ലാതൊരു മുട്ടപ്രയോഗമാണ്. പക്ഷേ ആ മുട്ടപ്രയോഗം നടത്തിയത് ആരാണെന്ന് ഈ ലൈവ് തീരുമാനം പറയും. അതുവരെ നിങ്ങൾ ലൈവിൽ നിൽക്കുക. വെറും അരമണിക്കൂർ ലൈവുകളുണ്ട്. ലൈവ് ഒരുപാടൊന്നും ബോറടിപ്പിക്കില്ല. വെറും അരമണിക്കൂർ ലൈവാണ്. ഈ മൊട്ടയിൽ പ്രയോഗം നടത്തിയ ആരാണെന്ന് 100% പറഞ്ഞിരിക്കും. ആ മൊട്ട പ്രയോഗക്കാരൻ മിക്കവാറും ഈ ലൈവ് കാണുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മൊട്ട പ്രയോഗക്കാരൻ ദയവായിട്ട് മുന്നിൽ വന്ന് പറയണം ഞാനാണ് ആ മൊട്ട പ്രയോഗം നടത്തിയത്. എന്നെ സീരിയസ് ആയിട്ട് പറയുകയാണ്. ആരാണ്? രാജീവ് ശശി അറിഞ്ഞായിരുന്നോ ഇത് ഈ ബിഗ് ബോസ് സീസൺ 3 നിൽക്കാൻ കാരണം? ബിഗ് ബോസ് സീസണിലെ ഫസ്റ്റ് സീസണിലെ ഒരു കണ്ടസ്റ്റന്റ് മൊട്ടയിൽ പ്രയോഗം നടത്തിയാണ്. ആ മൊട്ടകൾ ഇന്നലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വൈറലായിരുന്നു. ആദ്യം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടത് ഭാഷയ്ക്കാണ്. അതായത് നിങ്ങൾക്കെല്ലാം അറിയാം, ഭാഷയ്ക്ക് അറിഞ്ഞിടത്ത് ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ബിഗ് ബോസ് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒന്നുമില്ല. എല്ലാവർക്കും ഭാഷയ്ക്ക് അറിയാം. ഒന്നുകൂടെ പറയാം, നമ്മളെ മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് സാബു കട അളിയനാണ് ഭാഷയ്ക്ക. ഹലോ, അളിയനാണ് ഭാഷയ്ക്ക. ആ ഭാഷയ്ക്ക് അറിഞ്ഞിടാത്തവരാരും ബിഗ് ബോസ് ഭാഷയ്ക്ക് ഇപ്പൊ ലൈനിലുണ്ട്. ഭാഷയ്ക്ക് പറയണം. ബിഗ് ബോസ് സീസൺ മുൻ കണ്ടസ്റ്റന്റ് സാബുക്കാട് അളിയനായ ഭാഷയ്ക്കാണ് ഫസ്റ്റ് മുട്ട പ്രയോഗത്തിന്റെ ഫോട്ടോ കൊണ്ടുവന്ന് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് അതിന്റെ ഉത്തരവാദി ആരാണ് നടത്തിയെന്ന് പറയാനുള്ള ഉത്തരവാദി ഭാഷയ്ക്ക് തന്നെയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ തമാശകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബിഗ് ബോസ് സീസൺ 3 നിർത്തിയത് വളരെ വേദനാജനകമാണ്. ബിഗ് ബോസ് ലവേഴ്സിനെ സംബന്ധിച്ചോളം വേദനാജനകമാണ്, സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ബിഗ് ബോസ് ഷെർലി ബിജു എന്തുകൊണ്ട് ഔട്ടായി പോയ ആളാണോ? ഔട്ടായി പോയ ആളല്ല, ഒരിക്കലും ഔട്ടായി പോയ ആളല്ല. അതിനകത്ത് ലാസ്റ്റ് ഫൈൽ വന്ന ആളാണ്. 100% ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് സീസണിലെ ലാസ്റ്റ് ഫൈൽ വന്ന ഒരാളാണ് മൊട്ടയിൽ പ്രയോഗം നടത്തിയിരിക്കുന്നത്. എങ്ങനെയായിരിക്കും വിജയ് തിരഞ്ഞെടുക്കുക? അതോ അങ്ങോട്ടാണ് അങ്ങനെയുള്ള ചോദ്യം പറയാം. വിജയെ തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് സീസണിനകത്ത് ഇത് എന്തായാലും കൊള്ളാം. 2 സീസൺ ഒരേ പറ്റിയാണ്. അതെ, പ്രേക്ഷകരെ പറ്റിയാണ്. അതെ, രാജീവ് ഞാൻ മറുപടി പറയാം. അതായത് അജു വിനുകുമാർ പറഞ്ഞത് എങ്ങനെയായിരിക്കും വിജയ് കണ്ടെത്തുന്നത്? വിജയ് കണ്ടെത്തിയത് നമുക്കറിയാൻ കഴിയുന്നത് ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്നും തന്നെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നിലവിലുള്ള വോട്ടിംഗ് നിലനിർത്തിക്കൊണ്ട് തന്നെ ബിഗ് ബോസ് പ്രദർശിപ്പിക്കാതെ തന്നെ ഏറ്റവും ഇപ്പൊ ഉള്ള കണ്ടസ്റ്റൻസിന് 8 കണ്ടസ്റ്റൻസ് 6 പേര് ഇപ്പൊ നോമിനേഷൻ ഉണ്ട്. 2 പേരുടെ ഋതുവും റംസാനയുടെ കൂട്ടി 8 പേരിലെ 8 പേരെയും കൂടെ വോട്ടിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ ടൈറ്റിൽ വിന്നർ ആക്കാനുള്ള തീരുമാനമാണ് ബിഗ് ബോസ് അധികൃതർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ദയവായിട്ട് ഒരുപാട് പേര് വ്യൂസ് ചെയ്താത്തതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ ലൈവെല്ലാം ഷെയർ ചെയ്യണം. ദയവായിട്ട് ലൈവ് ഒന്ന് ഷെയർ ചെയ്യണം. ഇത്രയും ഞാൻ ഈ ഉച്ചയ്ക്ക് തൊണ്ടയിട്ട് പൊട്ടിച്ച് ഞാൻ വരികയാണ്. ഒരുപാട് നാൾക്ക് ശേഷം ലൈവ് വരുന്നത്. ഇതുപോലെ ലൈവ് നിങ്ങൾ കറക്റ്റായിട്ടൊരു ന്യൂസ് നിങ്ങൾ ഒരാൾ കയറി തന്നിട്ടില്ല. ചുമ്മാതാണ് യൂട്യൂബ് ചാനലുകാർ കിടന്ന് പാട്ട് പാടുന്നത്. അവർക്ക് 3K ലൈക്കും 10K ലൈക്കും ഒക്കെ കിട്ടിയാൽ മോണിറ്റൈസ് ചെയ്ത് പൈസ കിട്ടും. ഫേസ്ബുക്കിലോ അതിന് 1 രൂപ പോലും കിട്ടുന്നത് അറിയാലോ. ഫേസ്ബുക്കിൽ ഒരു രൂപ പോലും കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് കാണണം. ദയവ് ചെയ്ത് ഷെയർ ചെയ്ത്. ഓക്കെ, ഞാനത് ഷെയർ കൊടുത്തോണ്ടിരിക്കുക. അപ്പം ദയവായിട്ട് ഞാനൊരു കാര്യം പറയാൻ നിങ്ങൾ മനസ്സിലാക്കുക. ബിഗ് ബോസ് നിർത്തി എന്നുള്ളതിനകത്ത് 100% വിശ്വസനീയമായ കേന്ദ്രത്തിൽ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം ഒരു കാര്യം കൂടെ പറയാം, ഈ കണ്ടസ്റ്റൻസ് പുറത്തിറങ്ങി വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ള വിശ്വസനീയമായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ഒരു കണ്ടസ്റ്റന്റ്, ആ കണ്ടസ്റ്റന്റിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, കണ്ടസ്റ്റന്റ് അമ്മയുമായിട്ട് സംസാരിച്ചതിന്റെ വോയിസ് വരെ പുറത്തു വന്നിട്ടുണ്ട്. അതാരെന്ന് ഞാൻ പറഞ്ഞത് ശരിയില്ല. കാരണം ഇനിയും ബിഗ് ബോസ് തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് എന്നുള്ള സാഹചര്യത്തിൽ അതിനെപ്പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇത്രയും നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാരണവശാലും ബിഗ് ബോസ് ഇനി പ്രക്ഷേപണം നടത്താൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ രജിത ബിജു ഹായ്. പക്ഷെ നമുക്ക് ഇന്നലെ ഞാൻ ഈ ലൈവുമായിട്ട് രജിത ബിജു ഹായ്. രാജീവ് പറഞ്ഞത് പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അത് ഫസ്റ്റ് സീസൺ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. രാജീവ് ശശി സെക്കൻഡ് സീസൺ കാണാൻ പറ്റിയില്ല. അത് പ്രേക്ഷകരെ പറ്റിച്ചതല്ല, ഇങ്ങനെ സാഹചര്യം വന്നുപോയതാണ്. അതിന് ഇപ്പൊ ഇനി എല്ലാവരെയും ചേർത്ത് വോട്ടിംഗ് വരുമെന്നാണ്. അതെ, 8 പേരെയും ചേർത്ത് വോട്ടിങ്ങിന് വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ അറിയാൻ കഴിഞ്ഞത്. കാരണം കോൺഫിഡന്റ് ഗ്രൂപ്പിലെ MD ആയ റോയ് ആൾറെഡി ഫ്ളാറ്റിന്റെ ചാവി ഏഷ്യാനെറ്റ് ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ വീണ്ടും ഇങ്ങനെ ഏഷ്യാനെറ്റ് പറ്റിക്കുന്നു എന്നുള്ളൊരു തോന്നല് ഏഷ്യാനെറ്റ് ഉണ്ടാവാതിരിക്കാനും അങ്ങനെ ബ്ലാക്ക് ഇമേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏഷ്യാനെറ്റ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്, ഞാൻ അറിയുന്നിടത്തോളം ഏഷ്യാനെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 8 കണ്ടസ്റ്റൻസിനെയും കൂടെ ഒരുമിച്ചിട്ട് വോട്ടിങ്ങിനിട്ട് അവരിൽ നിന്നും ഒരു വിജയം കണ്ടെത്തി വളരെ ലളിതമായ ചടങ്ങിലൂടെ ഒരു ഫിനാലെ സംഘടിപ്പിച്ച് ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നറെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. പിന്നെ അറിയാൻ കഴിഞ്ഞത് ഇത്രയും പേരിൽ നിന്നും
ഈ ബിഗ് ബോസിന്റെ ഒരു നറുക്കെടുപ്പിലൂടെ ചെയ്യാം എന്നുള്ളൊരു ആലോചന അവർ ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ ഔദ്യോഗികമായി വൃത്തങ്ങളിൽ ഇത് കിട്ടിയ വിവരമായിട്ട്. പിന്നെ ചുമ്മാ നമ്മൾ പറഞ്ഞാൽ വളരെ ഔദ്യോഗികമായിട്ട് ബിഗ് ബോസിന്റെ ഇന്നറിൽ നിന്നും കിട്ടിയ ഒരു വിവരമാണ്. അത് ആരാണ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. പക്ഷേ ഞാൻ ഇന്നലെ സത്യം പറയാം, എന്റെ ഈ ഫ്രണ്ട്സിനെല്ലാം അറിയാം, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ഈ വെളുപ്പിന് 6 മണി 7 മണി 6 മണി വരെ ഞാൻ ഓരോരുത്തരുമായിട്ട് നമ്മൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് പലരായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഭാഷിക ഈ ലൈനിലുണ്ട്. ഞങ്ങൾ ഭാഷിക എന്ന് പറയാൻ ബിഗ് ബോസിന്റെ മുൻ കണ്ടസ്റ്റന്റായ സാബു അളിയനാണ്. ഭാഷിക അടക്കം, ഞാനടക്കം, പിന്നെ പലരും, അത് ആരൊക്കെയാണെന്നുള്ളത് പേര് പെപ്പ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പ്യൂരിഫൈ ചെയ്ത ആർമിയുടെ മെയിൻ അഡ്മിനായ പെപ്പ അടക്കം, സൈനസൽ മഹാൻ, പെപ്പ അടക്കം ഞങ്ങളെല്ലാവരും ഇതിന്റെ ഒരു എന്താണ് കാര്യം, എങ്ങനെയാണ് നമ്മൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നുള്ളതിന്റെ ഒരു പൂർണ്ണരൂപം അറിയാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഉറക്കമുളച്ചിരുന്ന് ചെയ്യുകയായിരുന്നു. അപ്പൊ ദയവ് ചെയ്ത് പ്രിയ സുഹൃത്തുക്കള്, നിങ്ങൾ ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യണം. ഈ ലൈവ് കാര്യം യൂട്യൂബ് ചാനലൊക്കെ ആണെങ്കിൽ അതിനകത്ത് യൂട്യൂബ് ചാനലിനകത്തൊക്കെ ആണെങ്കിൽ എമൗണ്ട് കിട്ടുമെന്ന് പറയാം. പക്ഷെ ഇതൊന്നും നമുക്ക് എമൗണ്ട് കിട്ടുന്ന സംഭവങ്ങളൊന്നും ദയവ് ചെയ്ത് ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യണം. മാക്സിമം റീച്ച് ആയിക്കോട്ടെ, ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ. അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, നറുക്കെടുപ്പാണെങ്കിൽ പിന്നെ ഇത്രയും നാൾ വോട്ട് ചെയ്തിട്ട് എന്തിനാണ്? അതെ, അത് പ്രായോഗികമല്ല, പറഞ്ഞില്ലേ. അതായത് ജയ വേണു ഹായ് ഭാഷ ഷെയർ അതെ ഭാഷക്ക പറയുന്നത് നിങ്ങളെല്ലാം ദയവായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറയാണ്. നിങ്ങളത് ഷെയർ ചെയ്യൂ, ദയവിത് ഷെയർ ചെയ്യൂ. ഈ സംഭവം ബിഗ് ബോസിന് ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ. നിങ്ങളൊക്കെ ഈ പറഞ്ഞില്ലേ, ഇത് ടാക്സും GST ഒന്നും അടയ്ക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാത്ത കാര്യമല്ലേ? ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, യൂട്യൂബ് ചാനലിൽ പല സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള എല്ലാവരും യൂട്യൂബ് ചാനലിൽ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ബിഗ് ബോസിൽ അത് സംഭവിക്കും ഇത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ലക്ഷങ്ങളും കോടികളും അവർക്ക് വരുമാനം ഏണിങ്സ് ആണ്. ഞാൻ വരുന്നത് ഈ FB പേജിനകത്താണ്. ഇതിനകത്ത് വന്ന 1 രൂപയുടെ വരുമാനം ഇല്ലെന്ന് ഈ FBയിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ ദയവായിട്ട് എന്നെ തൊണ്ടയിട്ട് അലയ്ക്കുന്നുണ്ട്, ദയവായിട്ട് എന്നെ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം പ്ലീസ്. ആർച്ചി കൃഷ്ണൻ ഹായ്. രാജേഷ് ശശി, ഇത്തവണയും വില്ലൻ ജയിച്ച് ബിഗ് ബോസ് കൂട്ടി. ബൈ രാജേഷ് ശശി, പ്യൂരിഫൈ DRK കൊല്ലം മുട്ടാളത്തിന്റെ അഡ്മിനാണ്. രജിത് ആർമയുടെ ഏറ്റവും നല്ല രജിത് ആർമി അവാർഡ് വാങ്ങിച്ച രാജീവ് ശശിയാണ് അഡ്മിനാണ് സംസാരിക്കുന്നത്. രാജേഷ് ശശി, ഒരു കാര്യം പറയാം, ഇതിപ്പം കൊറോണ വന്ന് കൂട്ടുന്നതിന് ബിഗ് ബോസിനെ പഠിച്ചിട്ട് കാര്യമില്ല. പക്ഷേ കഴിഞ്ഞ തവണ ഫ്ളാറ്റ് കൊടുത്തില്ല എന്നുള്ള പരാതി തീർക്കാൻ ഇത്തവണ എങ്ങനെയും ഫ്ളാറ്റ് കൊടുത്താൽ മാത്രമേ അതിനകത്ത് അവർ വിജയം കണ്ടെത്തും. ഏഷ്യാനെറ്റ് അധികൃതർ അതിനുള്ള പണികൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അമ്മുക്കുട്ടി ജോയ് ഹായ്. അമ്മുക്കുട്ടി ജോയ്, ഭാഷ ഒരു വികാരമായിരുന്നു ബിഗ് ബോസ്. അതേ ഭാഷിക, നമുക്കൊരു വികാരമായിരുന്നു ഭാഷക നമ്മുടെയൊക്കെ പ്രയോക്താവും നമ്മുടെയൊക്കെ ഗുരുതുല്യനായ ബിഗ് ബോസിന്റെ വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ അഡ്മിനാണ് ഭാഷിക. അമ്മക്കുട്ടി ജോയ് ഹായ്. അജ്മൽ മുഹമ്മദ് കിച്ചു, അടുത്ത സീസൺ കാണുമോ? അടുത്ത സീസൺ ഉറപ്പായിട്ടുണ്ടോ? എന്നാൽ ഈ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സീസൺ ഉണ്ടോ? ഉറപ്പായിട്ട്. സൗമ്യാനീഷ് ഹായ്. സൗമ്യാനീഷ്, ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഫേസ് ഗ്രൂപ്പിന്റെ ഒക്കെ അഡ്മിനായ ഇറ്റലിക്കാരിയായ സൗമ്യക്ക് ഈ ലൈവിലേക്ക് ഹാർദവമായ സ്വാഗതം. അമ്മുക്കുട്ടി ജോയ് ഹായ്. അമ്മുക്കുട്ടി ജോയ്, ബിഗ് ബോസ് ബിസിനസ് തീർന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കുറ്റം പറയാൻ പറ്റില്ല. എങ്ങനെ കുറ്റം പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് മനഃപൂർവ്വം ഏഷ്യാനെറ്റ് ഉണ്ടാക്കിയതല്ല കൊറോണ, ബാൻജെ ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ല കൊറോണ, എൻഡമോഷൻ ഉണ്ടാക്കിയതല്ല കൊറോണ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഇത് ഇങ്ങനെ സാമൂഹ്യമായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു കുറ്റം പറഞ്ഞ കാര്യമില്ല. അവർക്ക് മാക്സിമം ഇത് തുടർന്നു. ഇത് ആദ്യം ലുക്കൌട്ട് നോട്ടീസ് കിട്ടി. ലുക്കൌട്ട് നോട്ടീസ് കിട്ടിയിട്ട് അവർ നിർത്തിയില്ല. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് അത് തുറന്നുകൊണ്ടുപോയി. അവസാനം സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും നിർത്താഞ്ഞിട്ടാണ് തമിഴ്നാട് സർക്കാർ അവിടെ ചെന്ന് സീൽ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ അറിഞ്ഞത്. അപ്പൊ ഏഷ്യാനെറ്റിൽ നിർത്തിപ്പോണെന്ന് തീരെ ആഗ്രഹം ഉണ്ടായിട്ടില്ല. വളരെ ഗതികെട്ട് നിവർത്തിയതുകൊണ്ടാണ്. എനിക്കറിയാൻ കഴിഞ്ഞത് ഇന്ന് ഏഷ്യാനെറ്റിന്റെ അധികൃതർ മുഖ്യമന്ത്രിയുമായിട്ട് ഇന്നൊരു ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ തുറന്നു കൊണ്ടുപോകാൻ ദാസൻ കാരക്കൂട്ടിൽ ഹായ്. ദാസൻ കാരക്കൂട്ടിൽ എനിക്ക് മനസ്സിലായ ദാസൻ കാരക്കൂട്ടിൽ ഉൾപ്പെടെ ഈ ലൈവ് കാണുന്ന എല്ലാവരും ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് കാണും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇനി ബിഗ് ബോസിന്റെ ഇനി ഒരു ലൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. വേറൊന്നുമല്ല, ഇനി ഈ സീസൺ ബിഗ് ബോസിനകത്ത് ഒരു ലൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഒരു ലാസ്റ്റ് ലൈവ് ആവാൻ സാധ്യത. കാരണം ഇനി ഒരു ലൈവ് ബിഗ് ബോസിന്റെ സംഭവമില്ല. ഇനി അതൊരു ഫിനാലെ വന്നാൽ പോലും ആ ഫിനാലെയായിട്ട് ബന്ധപ്പെട്ട ലൈവേ ഉള്ളൂ. ഇനി ബിഗ് ബോസിന്റെ പ്രോഗ്രാം കണ്ടൊരു അതിന്റെ ഒരു ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇത് കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി എല്ലാവരും ഈ ലിങ്ക് ഷെയർ ചെയ്യണമെന്നും താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഷനോജ് ബഷീർ, കണ്ടസ്റ്റന്റ് നാട്ടിലേക്ക് പോയെന്ന് യൂട്യൂബ് കണ്ടിരുന്നു, ശരിയാണോ? എന്റെ പൊന്നുമായി യൂട്യൂബ് കണ്ട ദയവ് ഇതൊന്നും വിശ്വസിക്കരുത്. അനുഭാര്യൻ ഹായ്. ഇതാരാ പറഞ്ഞ കണ്ടസ്റ്റന്റ് നാട്ടിലോട്ട് പോയെന്ന്? സനോജ് ബഷീറെ, ഇതിനു മുമ്പ് ഡിംപിൾ ബാർ വരില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട്.
വന്നില്ലേ? മണിക്കുട്ടൻ ഹൗസിന് പുറത്തു പോയെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, യൂട്യൂബേഴ്സ്. അന്നേരവും മണിക്കുട്ടൻ ഹൗസിന് പുറത്തു പോയിട്ടില്ലെന്നും ഡിംപിൾ ബാൽ തിരിച്ചു വരുമെന്നും പറയാൻ ആർജവം കാണിച്ച ഒരു FB ഗ്രൂപ്പാണ് ഞാനാണ് ലൈവ് വന്നത് പറഞ്ഞത്. അപ്പൊ ഒരു കാര്യമുണ്ട്, യൂട്യൂബ് ചാനലിൽ തന്നെ അവർക്ക് വ്യൂവർഷിപ്പ് കിട്ടണമെന്നും അവർക്ക് ഇത് റീച്ച് കിട്ടണമെന്നും അല്ലാതെ അവർക്ക് വേറെ ഇതിനകത്ത് നിങ്ങളിപ്പോ നാളെ ഇത് പൂട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവരെ പോയി അടിക്കുമോ നിങ്ങൾ? യൂട്യൂബ് ചാനലുകാരെ പറഞ്ഞ് വിശ്വസിക്കരുത്, 100% വിശ്വസിക്കരുത്. അനുപാര്യൻ ഹായ്. സൗമ്യാനിഷ സീസൺ 4 കണ്ടസ്റ്റന്റിൽ പോകുന്നുണ്ടോ? സീസൺ 4 കണ്ടസ്റ്റന്റിൽ ഒന്ന് ഭാഷയ്ക്കാണ് ഞങ്ങൾ കണ്ടസ്റ്റന്റായിട്ട് വിടാൻ പോകുന്നത്. നമ്മളെ പറഞ്ഞില്ലേ, നമ്മളെ മുൻ കണ്ടസ്റ്റന്റ് സാബുക്കയുടെ അളിയൻ ഭാഷയ്ക്ക് ലൈവ് കാണുന്നുണ്ട്. ഭാഷയ്ക്കാണ് ഒരു കണ്ടസ്റ്റന്റ്. ഭാഷക വിളിക്കുകയാണെങ്കിൽ ഞാനും കൂടെ പോകും, ഭാഷയ്ക്ക് ഉണ്ടെങ്കിൽ ഞാനും പോകും. അങ്ങനെയാണ് ഞങ്ങൾ നമ്മൾ കരാറിന്റെ രാത്രി എടുത്തിരിക്കുന്നത്. അമ്മുക്കുട്ടി ജോയ് MK പോലെ ഇഷ്ടമാണ്. MK എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. MK നിങ്ങളെപ്പോലെ എനിക്കിഷ്ടമാണ്. രജിത ബിജു കഷ്ടമാണല്ലേ? 100% കഷ്ടം. എന്തുമാത്രം പ്രതീക്ഷയോട് എന്ത് പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ്. അജ്മൽ മുഹമ്മദ് കൊച്ചു ഈ സീസൺ കൊറോണ കാരണം പകുതി വഴിക്ക് നിർത്തി. എന്നാൽ ഈ സീസണിൽ ഫ്ളാറ്റ് കൊടുത്ത സീസൺ 2 പേർക്ക് കൊടുക്കണം. സീസൺ 2 അല്ലല്ല, അത് പറ്റത്തില്ല. സീസൺ 2ന്റെ കഥ കഴിഞ്ഞു പോയി. അതാരാ പറഞ്ഞേക്കുന്നത്? സീസൺ 2ന്റെ കഥ അജ്മൽ മുഹമ്മദ് കൊച്ചു ആ സീസൺ 2ന്റെ കഥ കഴിഞ്ഞു. ഇതിനകത്ത് എന്തെങ്കിലും ചെയ്ത് ഭാഷാസിസ് കൊല്ലണം. ഭാഷയ്ക്ക് ഞങ്ങൾ സീസൺ 4 കൊണ്ടുപോകും. ഭാഷയ്ക്ക് ആർമി ഞങ്ങൾ ഇന്ന് അടിച്ചു കഴിഞ്ഞു. ഇന്ന് 10 വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഭാഷയ്ക്ക് ആർമി അടിക്കാൻ പോകുന്നത്. 10ന്റെ ലിങ്ക് ഞങ്ങൾ പ്രധാനപ്പെട്ട ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കൊണ്ടിട്ട് ഇന്ന് മുതൽ പണി തുടങ്ങാൻ പോവുക. ഭാഷയ്ക്ക് ആർമി, ഭാഷയ്ക്കാക്കി ജയ്. രജിത ബിജു രജിത ബിജു എന്താ പറഞ്ഞിരിക്കുന്നത്? മെസ്സേജ് ഓടി. രജിത അർഹതയുള്ളവർക്ക് തന്നെ വിന്നർഷിപ്പ് കിട്ടില്ലെന്ന്. അർഹതയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ SMS ആയിരിക്കും പരിഗണിക്കാൻ പോകുന്നത്. തീർന്നു എല്ലാം എന്ന് രാജീവ് ശശിവ തീർന്നു, എല്ലാം തീർന്നു, ഏകദേശം എല്ലാം തീർന്നു. അമ്മക്കുട്ടി ജോയ് അവളുടെ താങ്ക്സ് പറഞ്ഞൊക്കെ ജയ ഒട്ടും ശരിയായില്ലെന്ന്. അതെ, സംഭവം പറഞ്ഞാലേ ഈ ബിഗ് ബോസ് മനഃപൂർവ്വം നിർത്തിയതല്ലോ. അതിപ്പോ അങ്ങനെ സാഹചര്യത്തിൽ സംഭവിച്ചു പോയത്. അപ്പൊ നമുക്ക് കുറ്റം പറയാം. ഞാൻ ഒരു കാര്യമുണ്ട്, ഞാൻ വെറും 1.5 മണിക്കൂറേ ലൈവ് വരുത്തുള്ളൂ. വേറെ കൊണ്ടല്ല, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ട് ലൈവ് എന്നോട് സൗമ്യനേഷ് ഇക്ക പോകുന്നുണ്ടോ സംശയമുണ്ടോ? ഇക്ക പോകുന്നുണ്ടെന്നോ? ഇക്കയെ ഞങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞില്ലേ? സത്യം പറഞ്ഞാൽ ഈ സീസണിൽ ഇക്ക വരേണ്ടതാണ്. പിന്നെ അതിനകത്ത് ചില ആന്തരികമായ ഇടപെടൽ കാരണമാണ് ഇക്ക പോകുന്നത്. അല്ലെ ഇക്ക ഇത്തവണ വന്നേനെ. ഇക്ക ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാം സംഭവം ചെയ്ത് വെച്ചിരിക്കുക. രാജേഷ് വീണ്ടും വില്ലൻ ജയിച്ചു. സത്യം പറയാലോ, ഇതിനകത്ത് ചിലരുടെ കണ്ണുനീരുണ്ട്. തുറന്നു പറയാം, ചിലരുടെ കണ്ണുനീര്. ഞാൻ ആരുടെ കണ്ണുനീരാണെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പേരെടുത്ത് പറഞ്ഞാലോ, പക്ഷേ ചിലരുടെ കണ്ണുനീര് ഈ ബീബിക്കകത്ത് വീണു. 100% വീണുണ്ട്. അതിൽ ഒരാളുടെ പേര് ഞാൻ പറയാം, ഒരാളുടെ പറയാം. ആദ്യം പോയ ബിന്ദു ജയന്റെ കണ്ണുനീര് ആ ബീബിക്കകത്ത് വീണുണ്ട്. കാര്യം ബിന്ദു ജയൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും എത്രയോ മോശം കണ്ടസ്റ്റന്റ് അവിടെ നിൽക്കുമ്പോഴാണ് ബിന്ദു ജയൻ ഔട്ടാവുന്നത്. ഒരിക്കലും നീതീകരിക്കാൻ പറ്റില്ല, ന്യായീകരിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഞാനങ്ങനെ പറയുന്നില്ല. പക്ഷെ ബിന്ദു ജയൻ എന്ന് പറഞ്ഞാൽ അവർ നല്ല വിൽ പവറുള്ള സ്ത്രീയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന സ്ത്രീയാണ്. പക്ഷെ അന്ന് ഫസ്റ്റ് സീസൺ വീക്കൊക്കെ ആയതുകൊണ്ട് പലരും വോട്ട് ചെയ്യാൻ വിമുഖത കാട്ടി. ആരെ എടുക്കണം, ആരെ കൂടെ നിൽക്കണമെന്ന കൺഫ്യൂഷൻ വരുന്ന സമയമാണ് ഫസ്റ്റ് വീക്ക് എന്നത്. അതിൽ പോയതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ പലരും കണ്ണുനീര് വീണൊരു ബേബിയാണ്. രജിത ആരായിരിക്കും ടൈറ്റിൽ വിന്നർ? എനിക്കസ് ഞാനൊരു കാര്യം പറയാം. ഒരു ടൈറ്റിൽ വിന്നർ ആവാൻ അവസാനം 5 വരാൻ സാധ്യതയുള്ള അവസാനം 5 വരാൻ പോലുള്ള ഒരു 5 പേരെ ഞാൻ പറയാം. ഒന്ന് മണിക്കുട്ടൻ വരും, സായി വിഷ്ണു വരും, ഡിംപിൾ ബാൽ വരും, കിടിലം ഫിറോസ് വരും, റംസാൻ വരും. ഈ 5 പേര് അവസാനം 5 വരും എന്നാണ് എന്റെ കണക്കൂട്ടൽ. ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. അവസാനം 5 വരുന്ന ഇവരാണ്. ഇതിലൊരാൾ ടൈറ്റിൽ വിന്നർ ആവും. അങ്ങനെ വിന്നർ ആവുകയാണെങ്കിൽ രജിത ബിജു ആരായിരിക്കും ടൈറ്റിൽ വിന്നർ? എനിക്ക് പറഞ്ഞില്ല, ഈ അവസാനം 5 പേര്. ഇപ്പൊ അതിൽ ഒരാൾ ടൈറ്റിൽ വിന്നർ ആരാവും എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. എനിക്കറിയാം ടൈറ്റിൽ വിന്നർ ആവുന്ന ഒരാൾ ഇന്ന ആളാവും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷെ അത് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിലവിലെ സാഹചര്യത്തിനകത്ത് നല്ല രീതിയിൽ മുകളിലോട്ട് നിന്ന പല കണ്ടസ്റ്റന്റ്സിന്റെ ഗ്രാഫ് താഴോട്ട് പോയിട്ടുണ്ട്. താഴെ നിന്ന പല കണ്ടസ്റ്റന്റ്സിന്റെ ഗ്രാഫ് മുകളിലോട്ട് ഉണ്ട്. എന്നാൽ കിഡ്ലൻ ഫിറോസിന്റെ ഗ്രാഫ് താഴെ നീക്കിയായിരുന്നു, അത് നല്ല രീതിയിൽ മുകളിലോട്ട് വന്നിട്ടുണ്ട്. മുട്ടയുടെ കാര്യം അജ്മൽ മുഹമ്മദ് കൊച്ചു മുട്ടയുടെ കാര്യം പറയുമെന്നോ? അത് ഭാഷിക എന്റെ അടുത്ത് പറയണം. ഭാഷിക ലൈവിലുണ്ട്. മുട്ടയുടെ കാര്യം പറഞ്ഞാൽ മാത്രമേ പറയത്തുള്ളൂ. അതിനുള്ള അനുമതിയും കൂടെ തന്നാൽ മാത്രമേ പറയൂ. കറക്റ്റ് എനിക്കറിയാം, മുട്ടപ്രയം നടത്തിയാലാണെന്ന് എനിക്കറിയാം. അത് നടത്തിയാലെന്ന് ഭാഷിക പറയണം. ഭാഷിക പറയാൻ പറഞ്ഞില്ല. അമ്മക്കുട്ടി ജയ് ഹായ്. OP അഫീൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഴയ രജിത് ആർമിയുടെ അഡ്മിനാണ്. ഞങ്ങൾ ചങ്ക് ബ്രോയാണ്. ഇപ്പൊ പ്രൈം എന്ന് പറഞ്ഞ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന 14 ജില്ലകളിൽ നിന്നുമുള്ള ദിവസം 20,000 മുകളിൽ വാട്സ്ആപ്പ് മെസ്സേജ് നടക്കുന്ന പ്രൈം ഗ്രൂപ്പിന്റെ അഡ്മിനാണ് OP അഫീൽ. അഫീൽ ബ്രോ സ്വാഗതം ഗ്രൂപ്പിലേക്ക്. രജിത ബിജു കിടിലം ഒരു ഫേക്ക് പ്ലെയർ അല്ലേ? എന്റെ പൊന്നുമായ രജിത ബിജു, ഞാൻ ഫേക്ക് പ്ലെയർ ആണോ മോശം പ്ലെയർ ആണോ എന്നല്ല പറഞ്ഞത്. ഞാൻ പറയാം, ഏറ്റവും നല്ല ഗ്രാഫിൽ നിന്ന് ഡിംപിൾ ബാലിന്റെ ഗ്രാഫ് താഴോട്ട് വന്നു. തെറ്റ് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ തെറ്റാണോ? ഡിംപിൾ ബാലിൽ 1-ലും 2-ലും ഡിംപിൾ ബാലിന്റെ അവസ്ഥ ഇപ്പം 4-ലും 5-ലും കിടക്കുക.
5ലും 6ലും കിടന്നിട്ട് കിടിലം ഫിറോസിന്റെ ലെവൽ ഇപ്പം 3ലും വന്ന് നിൽക്കുക. ഞാൻ അതേ പറഞ്ഞോളൂ. അത് ഫേക്ക് ആണോ ഗെയിമാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ബീബിയുടെ ഒരു ലവറാവുന്ന സ്ഥിതിക്ക് ബീബിയുടെ സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ ഞാൻ അങ്ങനെ സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി ഒരുപാട് ഇതിൽ പോകുന്നില്ല. ഭാഷയൊക്കെ പറഞ്ഞാൽ മാത്രമേ പറഞ്ഞുള്ളൂ. ഇന്ന് നല്ല ഗ്ലാമറായിരിക്കുന്ന സുരേഷ് ഇന്ന് ബിഗ് ബോസ് ലൈവ് ഇല്ല എന്ന് വിചാരിച്ചാണോ ഇന്ന് ഗ്ലാമറായി വന്നത്? എന്റെ പൊന്ന് രാജീവ് മൊത്തം ജീവിച്ച് പൊട്ടടാ. ലോക്ക്ഡൌൺ ആയിട്ട് ഇവിടെ വീട്ടിൽ കുത്തിയിരിക്കുക, ഒരു മാർഗമില്ല. അറിയാലോ, എല്ലാം പൂട്ടി, ഒന്നുമില്ല, വളരെ വിഷമിച്ച് ഇരിക്കുക. പിന്നെ ഉണ്ട് വേറെ അസന്മാർഗ പ്രവർത്തികൾക്കൊന്നും പുറത്ത് പോകാത്തോണ്ട് നല്ല സുന്ദരമായിട്ടിരിക്കുക. വേറെ സംഭവങ്ങളൊന്നുമില്ല, വീട്ടിലുണ്ട്, അതുകൊണ്ട് നല്ല സുന്ദരമായിട്ടിരിക്കുക. എന്റെ ഭാഷയ്ക്ക് എന്താ പറഞ്ഞോണ്ടല്ലോ, ഭാഷയ്ക്ക പറയാൻ പറഞ്ഞു. അപ്പോ അല്ല ഭാഷയ്ക്ക ഞാൻ പറയണം വെയിറ്റ് എന്ന് പറഞ്ഞു. ഭാഷയ്ക്ക് രണ്ടും പറഞ്ഞു. അതെ, ഭാഷയ്ക്ക പറയാനും പറഞ്ഞ് വെയിറ്റ് എന്ന് പറഞ്ഞു. ചോദിച്ചിട്ട് പറ. ഞാൻ പറഞ്ഞ അവസാനം എന്നെ എടുത്തിട്ട് പൊങ്കാല എടുത്തുള്ള കാര്യം പറയാം. ഞാൻ ആളുടെ പേര് ഞാൻ പറയും. ഭാഷയ്ക്ക ദാസൻകാരെ കൊണ്ട് ദാസക്ക് ഇഷ്ടം. ദാസക്ക് ഇഷ്ടം. ഐ ആം വെയിറ്റിംഗ്. അജ്മൽ മുഹമ്മദ് ഐ ആം വെയിറ്റിംഗ് എന്ന്. അളിയ അടിപൊളി ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, സൂപ്പർ. രാജീവ് മുത്തേ സുന്ദര ചക്കര കറണ്ടും പോയി. രാജീവ് സുന്ദര മുത്തേ സന്തോഷം. ഭാഷക എന്ന് പറയുന്നത് പോളിഫിറോസിനെ പറ്റി എന്താണ് പറയുന്നില്ലെന്ന്. പോളിഫിറോസ് നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു, ഒരു സംശയമില്ല. പോളിഫിറോസ് നല്ല കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. എനിക്ക് അതല്ല, യെസ് ടുഡേ യു ആർ ഗുഡ് ലുക്കിംഗ്. ഭാഷക സന്തോഷം. ഭാഷക ഞാൻ ഇടപെട്ടെ. രജിത ബിജു വളരെ സന്തോഷം. നിത്യരാജ് സായിക്ക് സാധ്യതയുണ്ട് കേട്ടാ. സായി ഇപ്പൊ ഞാൻ നിലവിലെ സായി 2ാം സ്ഥാനത്താണ്. നിലവിലെ സാഹചര്യം സായി 2ാം സ്ഥാനത്താണ്. ഞാനിപ്പോ എത്ര നിലവിലെ സാഹചര്യം അത് എപ്പോഴും മാറി മറിയാം. നിലവിലെ സാഹചര്യം സായി 2ാം സ്ഥാനത്താണ്. രാജശേഷി പുതിയ ഷർട്ടാണോ, കടകൾ അവധിയല്ലേ, എന്നിട്ട് എവിടുന്ന് കിട്ടി? അല്ലെ പഴയ ഷർട്ടാണ്, ഞാൻ കഴുകി വെച്ചിരുന്നത്, എങ്ങും പോകുന്നില്ല, അതുകൊണ്ട് കഴുകി വെച്ചത് ഇപ്പൊ എടുത്തിട്ടതാ. അമ്മക്കുട്ടി ജോയ് ഷർട്ട് അടിപൊളിയാണ് ചേട്ടാ. വളരെ സന്തോഷം, വളരെ 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 സന്തോഷം, വളരെ സന്തോഷം. ദിനേശ് ഇതിന്റെ കാര്യം പറയാം. ഇത് കാരണം കാണാൻ പറ്റുന്നത് ഒരു സെക്കൻഡ് ലൈറ്റും പോയി, അതുകൊണ്ട് യെസ്. ദിദീജ് റിബൽസ്, അതിന്റെ പേര് വായിക്കുമ്പോ ദിദീജ് റിബൽസ്. ഹായ് ബ്രോ, ഹായ്. ഡാനി ബോയ് വ്യാപന, ഹായ്. അപ്പൊ ഒന്നുകൂടെ പറയട്ടെ, ഞാനിത് എടുത്ത് വെച്ചത് OPF ഷോ നിർത്തി. പറയട്ടെ. അപ്പൊ ഒന്നുകൂടെ പറയാം. ഷോയുടെ കാര്യം പറഞ്ഞാൽ ഷോ നിർത്തിയെന്ന് തന്നെ പറയാം. ഷോ നിർത്തി, പക്ഷേ എന്തായാലും ടൈറ്റിൽ വിന്നറെ പ്രഖ്യാപിക്കും. ടൈറ്റിൽ വിന്നറെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനമായിട്ടാണ് ഏഷ്യാനെറ്റ് മുന്നോട്ട് പോകുന്നത്. അനുഭാര്യൻ നിലവിൽ 1ാം സ്ഥാനം ആർക്കാ? മണിക്കുട്ടനാണോ? ഞാനങ്ങനെ പറയുന്നത് ശരിയല്ല. നിങ്ങൾ ചോദിച്ചതെങ്കിൽ മണിക്കുട്ടനാണ് ഇപ്പൊ നിലവിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2ാം സ്ഥാനം സായി വിഷ്ണുവാണ് നിൽക്കുന്നത്. മല്ലു കൊച്ചുമോൻ ഇന്ന് ബിഗ് ബോസ് കാണുമോ? ഇന്ന് ബിഗ് ബോസ് കാണും. ഇന്ന് ബിഗ് ബോസിന്റെ മറ്റേ ടിക്കറ്റ് ഫിനാലയുടെ ആ ടാസ്കിന്റെ അവസാനത്തോട്ട് ഇന്ന് ബിഗ് ബോസ് ഇന്ന് കൊണ്ട് തീരും. ഹരികൃഷ്ണൻ ഹരി, ഹായ്. അമ്മുക്കുട്ടി ജോയ് കണ്ണടിച്ചു പോയതല്ല. ഒന്നാന്നറിയോ, ഈ ലൈറ്റ് വന്നിട്ട് ഗ്ലെയർ കാരണം ഒന്നും കാണാൻ പോയി, ഇരുട്ടും കൂടെ ആയി പോയി, അതുകൊണ്ട് ഒന്നും കാണാൻ പോയത്. ദിനേശ് റിബൽസ് കിടിലം ഫസ്റ്റ് അടിക്കുമോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കിടിലം ഫസ്റ്റ് അടിക്കാനുള്ള കപ്പാസിറ്റിയും കേപ്പബിലിറ്റി ഒക്കെ കിടിലനുണ്ട്. പക്ഷെ അത് നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ട് കഴിയും 2 ആഴ്ചക്ക് നില കിടിലം കയറി വരാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇനി നൃത്യസ്ഥിതിക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താണെന്ന് നമുക്ക് ഒന്നും ഊഹിക്കാം. പക്ഷെ കിടിലം പഴയ ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയ്ക്ക് ഇന്ന് കിടിലം നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട്. നില മെച്ചപ്പെടുത്തിയ ഒരു കണ്ടസ്റ്റൻസ് ആണ്. സാധാരണ എല്ലാവരും മണിക്കൂട്ടം തന്നെ ഗ്രാഫ് ഇടിഞ്ഞു. അതായത് ഒരു 50% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന മണിക്കൂട്ടം 30% വോട്ട് ഷെയർ ആയി. ഡിംബലിന് ഒരു 30% വോട്ട് ഷെയർ, ഡിംബലിന് 10% വോട്ട് ഷെയർ ആയി. അപ്പൊ അതിൽ നിന്നൊക്കെ കിടിലം 10% 25-30 വന്നിരിക്കുകയാണ്. അപ്പൊ കിടിലം നില മെച്ചപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. OPF ചെയ്ത് ഡിംബു മോൾക്ക് ഫ്ലാറ്റ് ഇല്ലേ? ഡിംബു മോൾക്ക് ഫ്ലാറ്റ് കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. ഹഫീസ് ബ്രോ ഒരു കാരണവശാലും അത് സാധ്യത ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. മല്ലു കൊച്ചൻ മല്ലു അല്ലേ മാളു ശരി ഓക്കെ മാളു കൊച്ചോൻ ഓക്കെ. അമ്മുക്കുട്ടി അമ്മു MK ആണ് സൂപ്പർ. MK സൂപ്പറല്ലെന്ന് ആരും പറയുന്നത്. MK സൂപ്പർ തന്നെയാണ്. MK സൂപ്പറാണ്, ഒരു കുഴപ്പമില്ല. കാനഡ പ്രസാദ്, ഹായ്. നിത്യരെ ദിവ്യ മൈ കോളേജ് മേറ്റ് കൺവേ മൈ റിഗാർഡ്സ് ടു ഹർ. അത് ശരി, ശരി പറയാം. ശരി, നിത്യരാജ് എവിടെ കോളേജിലാണ് പഠിച്ചത്? കോളേജിലല്ലേ? ഓക്കെ ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ പറഞ്ഞേക്കാം, ഉറപ്പായിട്ടും പറഞ്ഞേക്കാം. വളരെ സന്തോഷം, പറഞ്ഞേക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ബിഗ് ബോസ് നമ്മൾ ഇതിലോട്ട് പോട്ടെ. ബിഗ് ബോസ് നിർത്തിയോ? ഇതായിരുന്നു നമ്മൾ ചോദിച്ചിനോട് പറഞ്ഞത്. ബിഗ് ബോസ് നിർത്തിയില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്ത് ലൈവിന് വേണ്ടി നമ്മൾ പ്രൊമോ ഇട്ടത്, ലൈവിന് വേണ്ടിയുള്ള പോസ്റ്റ് ഇറക്കിയത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ബിഗ് ബോസ് ഇനി നിർത്താൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. നിർത്തുക എന്ന് പറയുന്നത് ടൈറ്റിൽ വിന്നറെ പ്രഖ്യാപിക്കും. ഭാഷ
എടാ നീ ഇന്ന് സുന്ദരന ഭാഷാക്ക എനിക്ക് വയ്യ, ഞങ്ങൾ കടിച്ചു തിന്നും കേട്ടോ. ഉള്ള കാര്യം പറയാം ഭാഷാക്ക, ഞാൻ ഈ ലൈവിൽ നിന്ന് ചാടി അങ്ങോട്ട് നിങ്ങളെ കടിച്ചു തിന്നും. പിന്നെ ഒരു കാര്യം, മുട്ടയുടെ കാര്യം പറയണം, എന്നെ ഇപ്പൊ പറയണം. ഞാൻ ലൈവ് നിർത്താൻ പോകുന്നു, ഇനി 5 മിനിറ്റേ ഉള്ളൂ. ലാസ്റ്റ് മിനിറ്റ് ആൾക്കാരെ ഉദ്യോഗത്തിന്റെ മുമ്പേ നിർത്തിയിരിക്കുക. മുട്ടയുടെ കാര്യം പറയണോ എന്നതിപ്പോ പറ. മുട്ടയുടെ കാര്യം പറയണോ വേണ്ടേ? ഈ മുട്ട പറയാൻ നടത്തിയത് ആരാന്നുള്ള ഒരു ഭാഷയ്ക്ക് എന്ന് എഴുതിയിടും. ഭാഷയ്ക്ക് എഴുതിയിട്ട് കഴിഞ്ഞാൽ ഞാനത് വായിക്കാം. അല്ല, ഞാൻ പറഞ്ഞാണ്ടല്ലോ ഈ മുട്ട പ്രയോഗം നടത്തിയാൽ എന്റെ വീട്ടിൽ ഒന്ന് ഇരിക്കും. എന്റെ അടുത്ത് എനിക്ക് വയ്യ കേട്ടോ, ഉള്ളവര് പറയാന്ന്. അപ്പൊ ദയവായിട്ട് എന്റെ സുഹൃത്തുക്കള് ലൈവ് നിത്യരായി താങ്ക്സ്. ഓക്കെ, ഡിജിറ്റൽസ് പറയണ്ട, ഞാൻ പറയുന്നില്ല. ഞാൻ ഭാഷയൊക്കെ പറയാൻ പറയുന്നില്ല. കാര്യം അത് ഭയങ്കര വിഷയമായിട്ട് വരുന്ന സംഭവം. ഈ മുട്ട പ്രയോഗം എന്ന് പറയുന്നത് ഞാൻ ലൈവായിട്ട് പറഞ്ഞാൽ തെളിവാവും. ഇത് വെച്ചിട്ട് ഏഷ്യാനെറ്റുകാരും മുട്ട പ്രയോഗം ചെയ്താൽ കേസ് കൊടുക്കും. അതുകൊണ്ട് ഞാൻ പറയത്തില്ല. അപ്പം ദയവ് ചെയ്ത് ഈ ലൈവ് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഇതൊന്ന് ഷെയർ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ലൈവ് ഷെയർ ചെയ്യുന്നതിന് ടാക്സും GST ഒന്നും അടയ്ക്കണ്ട. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യണം. ഈ ലൈവ് ഷെയർ ചെയ്തിട്ട് ഇത് മാക്സിമം ആൾക്കാരെ ഇതൊന്ന് അറിഞ്ഞോട്ടെ. ഇത് ബിഗ് ബോസിൽ ഇപ്പൊ നടന്ന സംഭവം എന്ന് അറിഞ്ഞോട്ടെ. ബിഗ് ബോസിൽ ഈ അഥവാ നിർത്തി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ. ഇത് നമ്മൾ കറക്റ്റ് ഇത് അറിയാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം റിസ്ക് എടുത്ത് വെച്ചിട്ടാണ് നമ്മളൊരു കാര്യങ്ങൾ അറിഞ്ഞതെന്ന് മനസ്സിലാക്കണം. അതിൽ ഏറ്റവും നല്ലൊരു പങ്ക് നമ്മളെ ഭാഷയ്ക്ക് തന്നെയാണ്. ഭാഷയ്ക്കാണ് ഈ സോഴ്സുകൾ അറിയാൻ വേണ്ടി എന്നെ സഹായിച്ചത്. പിന്നെ OP അഫീദ് എന്ന് പറഞ്ഞ പ്രൈമിന്റെ ഗ്രൂപ്പ് അഡ്മിനായ OP അഫീദ് എനിക്ക് ഒരുപാട് വിവരങ്ങൾ തന്നു. പെപ്പെ, അതായത് ലണ്ടനിലുള്ള പ്യൂരിഫൈ രജിത് ആർമിയിലെ എന്നോടൊപ്പം അഡ്മിനായിട്ടുള്ള പെപ്പെ അടക്കം എനിക്ക് വിവരങ്ങൾ തന്നു. അങ്ങനെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബിഗ് ബോസാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. രാജീവ് അളിയ ചത്ത കുഞ്ഞിന്റെ ജാതകം പറയണ്ട. നാട്ടിൽ കൊറോണയ്ക്ക് വല്ല മാറ്റവും വരും. ഇനി നാടിന് പ്രയോജനമുള്ള വല്ല കാര്യം പറ അളിയ. കൊറോണയ്ക്ക് ഒരു കാര്യം ഞാൻ പ്രഖ്യാപിക്കാൻ ആലോചിക്കുകയാണ്. ഞങ്ങള് രജിത് ആർമിയുടെ പ്യൂരിഫയർ രജിത് ആർമി എന്ന് പറഞ്ഞ 70,000 മെമ്പേഴ്സുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ കുറെ നാളായിട്ട് ആ ഗ്രൂപ്പ് ഒന്നിച്ച് നടക്കുകയാണ്. എന്തായാലും ഇപ്പൊ പ്രഖ്യാപനം നടത്തുകയാണ്. ഇനിയുള്ള നാടിന് നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പ്യൂരിഫൈ രജിത് ആർമി മുന്നോട്ട് പോകും. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ. നാട്ടിലെ കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, നാട്ടിലെ കഷ്ടവും നഷ്ടവും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യുവജന ശബ്ദമായിട്ട്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ശബ്ദമായിട്ട്, മുഴങ്ങുന്ന ശബ്ദമായിട്ട് പ്യൂരിഫൈ രജിത് ആർമിയുടെ കർമ്മനടന്മാർ നിരത്തിലിറങ്ങാൻ പോവുകയാണ്. ഞാനും പെപ്പയും അടക്കവും ഉള്ള ആ വാട്സ്ആപ്പ് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പ് 70K ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇപ്പം വെറും ബിബിയുടെയും മറ്റുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ അത് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളത്. ഇനിയുള്ള കാര്യങ്ങൾ രജിസാർ നടത്തി കണക്കുള്ള പ്രവർത്തനം. ഇപ്പൊ കൊല്ലം DRK കൊല്ലം പട്ടാളം രാജീവ് അഡ്മിനായുടെ ഗ്രൂപ്പ് ചെയ്യുന്നത് പോലെ പ്യൂരിഫൈ രജിത് ആർമി ഞങ്ങൾ ഇങ്ങനെ ഉള്ള വിഷയങ്ങളായിട്ട് മുന്നോട്ട് പോവാണ്. ഭാഷക്ക മുട്ടയുടെ കാര്യം പറയാം. ഭാഷക്ക മുട്ടട അഞ്ജന ഹായ്. ഭാഷക്ക ഷെയർ ആൾ. ഓക്കെ, അഞ്ജന ഹായ്. അപ്പൊ ഒരു കാര്യം പറയുമ്പോ ഭാഷക്ക് പറയാൻ പറഞ്ഞു, ഈ ബിഗ് ബോസ് സീസൺ 3 നിർത്താനുള്ള കാരണം ഇന്നലെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 1 കണ്ടസ്റ്റന്റായ സാബുമോനാണ് മുട്ടയിൽ പ്രയോഗം നടത്തിയിരിക്കുന്നത്. സാബുമോൻ ഇന്നലെ വെളിപ്പെടുത്തിയതാണ്. സത്യം പറഞ്ഞാൽ എന്നോടടക്കം വെളിപ്പെടുത്തിയ കാര്യമാണ്. തുറന്നു പറയും, ഞാനും ഭാഷയ്ക്ക് അടക്കം നിൽക്കുമ്പോൾ സാബുമോൻ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. മുട്ടയിൽ നടത്തിയ പ്രയോഗമാണ്. പക്ഷെ ഇത് പറയണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഭാഷയ്ക്ക് പറഞ്ഞതാണ്. അപ്പൊ സാബുമോൻ വിചാരിക്കുന്നത് സാബുമോനാണ് സീസൺ 1 ടൈറ്റിൽ വിന്നർ. സെക്കൻഡിലും ടൈറ്റിൽ വിന്നർ വേണ്ട, തേർഡിലും ടൈറ്റിൽ വിന്നർ വേണ്ട. അപ്പൊ ജീവിതാവസാനം വരെ സാബുമോൻ ടൈറ്റിൽ വിന്നർ ആവണം എന്നൊരു ആഗ്രഹത്തിലാണ് ഈ മുട്ടയിൽ പ്രയോഗം നടത്തിയിരിക്കുന്നത്. അല്ലേ ഭാഷക? ഇത് പറഞ്ഞവരാണല്ല, സാബുമോന്റെ കണ്ടസ്റ്റന്റ് സാബുമോന്റെ അളിയനായ ഭാഷക്കാണ് എന്നോട് ഇത് ഷെയർ ചെയ്തത്. അപ്പൊ ഞാനിപ്പോ ആ സസ്പെൻസ് പൊളിച്ചു. അതാണ് വാസ്തവം. കാര്യം എന്തായിക്കോട്ടെ, മുട്ടയുടെ പ്രയോഗം എന്ത് പ്രയോഗം ആയിക്കോട്ടെ, പക്ഷെ ബിഗ് ബോസ് നിർത്തിയത് വളരെ വിഷമമായി പോയി. നല്ല കാര്യങ്ങൾ ഭാഷയ്ക്ക് നമുക്ക് പ്യൂരിഫൈ ചെയ്താൽ നല്ല കാര്യങ്ങൾ ചെയ്യണം 100%. അപ്പൊ ഞാൻ മുട്ടയിലെ പ്രയോഗം അവിടെ നിൽക്കട്ടെ. ഇനി ഞാനിപ്പം ബിഗ് ബോസ് അതെ അത് ചെയ്യാം. അപ്പൊ ഇനിയുണ്ട് ബിഗ് ബോസിന്റെ 4ാം സീസൺ ഇനി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പറയാനൊന്നും നമ്മളാളല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒന്നുകൂടെ പറയാം. ബിഗ് ബോസ് സീസൺ 3 അവസാനിപ്പിച്ചിരിക്കാം. പക്ഷെ ടൈറ്റിൽ വിന്നറിനെ കണ്ടെത്താനുള്ള ഒരു ആർജവം ഏഷ്യാനെറ്റ് കാണിക്കണം, ബാൻജയ് ഗ്രൂപ്പ് കാണിക്കണം, എൻഡമോൾ ഷൈൻ ഗ്രൂപ്പ് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സീസൺ ഫസ്റ്റിൽ സാബുമോൻ ടൈറ്റിൽ വിന്നറാണ്. സീസൺ സെക്കൻഡിൽ നിങ്ങൾ 75 ദിവസം വെച്ചിട്ട് നിർത്തിപ്പോയി. പക്ഷെ അതിന്റെ ഒരു അവസ്ഥയില്ല. ഏകദേശം ഒരു 100-നോട് അടുപ്പിച്ച ആൾക്കാർ കണ്ടസ്റ്റൻസ് വന്ന് നിൽപ്പുണ്ട്. 100 ദിവസം അവര് 96 ദിവസങ്ങളൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഭാഷയൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ബിഗ് ബോസിന്റെ അധികൃതരോട്, ഏഷ്യാന്റെ അധികൃതരോട്, ബാങ്കി അധികൃതരോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 90 ദിവസം സർവൈവ് ചെയ്ത കണ്ടസ്റ്റന്റിനെ നിങ്ങൾ വെറും കൈയോടെ പറഞ്ഞുവിടാൻ പാടില്ല. അവർക്കോട് നീതി കാണിക്കണം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഉള്ള ദിവസം ഒരാഴ്ച കൂടെ വോട്ടിംഗ് വെച്ചിട്ട്, ഒരാഴ്ച കൂടെ വോട്ടിംഗ് ഇനി കണ്ടതുകൊണ്ട് ഒരാഴ്ച കൂടെ വോട്ടിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ആരാണോ അതിനകത്ത് ഏറ്റവും നല്ല കണ്ടസ്റ്റന്റ് അവർക്ക് ഫ്ളാറ്റ് കൈമാറും. അതിനുള്ള തീരുമാനങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.
വർഗീസ് കൊച്ച്, വർഗീസ് ചാമലക്കൽ ഹായ്, വർഗീസ് ചാമലക്കൽ ഹായ്, അജ്മൽ മുഹമ്മദ് കൊച്ചു ഹായ് ഹായ്. അപ്പൊ ഞാനിത് ലൈവ് വന്നിട്ട് കറക്റ്റ് കറക്റ്റ് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കാം. ഭാഷക എന്തെങ്കിലും പറയാണെങ്കിൽ ഭാഷക പറയാം. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഈ ലൈവിന് വരാൻ പ്രധാന കാരണം പറഞ്ഞ എന്റെ ഭാഷക്കായും പെപ്പയാണ്. പെപ്പ ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞ് ഇവർ രണ്ടുപേരും പറഞ്ഞ വെളുപ്പിന് ഇന്നലെ 10 മണിക്ക് ലൈവിന് വരാനായിരുന്നു പറഞ്ഞത്, രാത്രി 10 മണിക്ക്. ഞാൻ ഭാഷക്ക് 10 മണിക്ക് ലൈവ് വരുന്നത് അല്ല, ഇപ്പൊ തന്നെ എന്റെ കോട്ടുകൊണ്ടിറങ്ങി, ഇപ്പൊ തന്നെ ലൈവ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ ലൈവ് ചെയ്യത്തില്ല. പെപ്പയും പറഞ്ഞു ലൈവ് ചെയ്യും. ഞാൻ പറഞ്ഞു ഇപ്പൊ ചെയ്യത്തില്ല, ഇപ്പൊ രാത്രി 10 മണിക്ക് ലൈവ് ചെയ്യാനാ. അപ്പൊ ഞങ്ങൾ തന്നെ സമയം കണ്ടെത്തി. അവിടുത്തെ ലണ്ടൻ ടൈമിൽ വരെയൊക്കെ എണീക്കുന്ന സമയം ഇപ്പൊ 8 മണി 9 മണിക്ക് പെപ്പയും ഭാഷയ്ക്കൊക്കെ ലണ്ടനിലാണുള്ളത്. ലണ്ടൻ ടൈമിൽ ലൈവ് ചെയ്യാമെന്ന് വെച്ചിട്ട് അവർ രാവിലെ ഇറങ്ങുന്ന സമയം നോക്കിയാണ് ഉച്ചയ്ക്ക് ശേഷം ലൈവ് ഫിക്സ് ചെയ്ത് വന്നത്. അപ്പം ഈ ലൈവിന് വന്ന എല്ലാവർക്കും വളരെ സന്തോഷം രേഖപ്പെടുത്തിയാണ്. വളരെ നന്ദിയുണ്ട് ഈ ലൈവ് നന്ദിയുണ്ട്. നിങ്ങൾ ദയവായിട്ട് ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും ബിഗ് ബോസിന്റെ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് നിങ്ങളെ മുന്നിൽ വരാൻ ശ്രമിക്കും. അപ്പൊ നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. നോട്ട് ഭാഷാസീസ് മുട്ടയിൽ എങ്ങനെ ആണ് ഇത്ര മുട്ടയിൽ എങ്ങനെ ഇത്ര ശക്ത കൂടോത്ര അതെ ഞാൻ പറയട്ടെ ഭാഷയൊക്കെ ഞാൻ പറയാം, മുട്ടയിൽ നടത്തിയ കൂടോത്ര ശക്തമാണെന്നുള്ളത് യാതൊരു സംശയമില്ല, 100%. കാര്യം എന്റെ അടുത്ത് ഭാഷയൊക്കെ പറയുന്നത് ബിഗ് ബോസ് സീസണിനെ പൂട്ടുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് അത് പൂട്ടും മുട്ടയിലുള്ള കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആദ്യം എന്ത് പറഞ്ഞു, സത്യമായിട്ടും പറഞ്ഞു. ഇപ്പൊ ഞാൻ പോകുന്നെ മുട്ടയിലെ കൂടോത്രം അല്ലടാ, നീ നോക്കിക്കോ മുട്ടയിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്, അതിപ്പോ പൂട്ടാൻ പോവുക. ഞാൻ പറഞ്ഞു ഭാഷക്കാർക്ക് തമാശ പറയാം, ഇത് പൂട്ടിയതിനു ശേഷം മുട്ടയുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. അന്ന് എനിക്ക് മനസ്സിലായി ആ കൂടോത്രത്തിന് മുട്ടയുടെ ഫോട്ടോ എന്റെ ഗ്രൂപ്പിൽ കിടപ്പുണ്ടാണെങ്കിൽ ഇതിനകത്ത് കമന്റ് ആയിട്ട് വരാം. രാജീവ് ശശി, നാട്ടുകാരെ പറ്റിക്കുന്ന ബിഗ് ബോസ് ഇനിയും വേണോ? ഇവിടെ തീരട്ടെ, സാബുമോന്റെ ആഗ്രഹം നടക്കട്ടെ. ഞാൻ സാബുക്കാരുടെ സന്തോഷം, സാബുക്കാരന്റെ ടൈറ്റിൽ വിന്നർ. എന്നാലും ഇനി ഒരു കാര്യം പറയാം, ടൈറ്റിൽ വിന്നറായിട്ട് സീസൺ 3 ആരെ പ്രഖ്യാപിച്ചാലും അതിനൊരു ഇതില്ല, ഒരു ഗ്ലാമർ ഇല്ല, മനസ്സിലില്ലേ? അത് തിളക്കമില്ല. ആ തിളക്കം സാബുമോന്റെ ടൈറ്റിൽ വിന്നറിന് എന്താണ് ഒരു സംശയമില്ല. അതിന്റെ സീസൺ 3 ആര് കൊടുത്ത ഇനി നിലവിൽ നമ്മൾ അംഗീകരിക്കുന്ന ടൈറ്റിൽ വിന്നർ സാബുമോൻ തന്നെ, അത് യാതൊരു മാറ്റമില്ല. അപ്പൊ ഒരു കാര്യം പറയാം, സീസൺ 4 വരികയാണെങ്കിൽ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ഇനി വരാൻ ശ്രമിക്കാം. നിങ്ങൾ ഈ ലൈവ് കണ്ട എല്ലാ സുഹൃത്തുക്കളും ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യുക. എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ സന്തോഷം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ലൈവ് നിർത്തുക. ഭാഷക ഒരുത്തനേ ഉള്ളൂ. അതെ, ഒരേ ഒരുത്തനേ ഉള്ളൂ സാബു, ഒരേ ഒരുത്തനേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നേ നേതാവുള്ളൂ, അത് സാബു. പക്ഷെ വേറെ ഉണ്ട്, ഞങ്ങൾ പ്യൂരിഫൈ രേത്തിന്റെ ആർമിയുടെ അഡ്മിൻസ് ആയതിന്റെ രജിസാറിനെ തള്ളി പറയുമ്പോൾ സെക്കൻഡ് സീസണിൽ രജിസാർ ടൈറ്റിൽ രജിസാറിനെ ഞങ്ങൾ പറഞ്ഞേ പറ്റും. കാരണം ഞങ്ങളൊക്കെ പ്യൂരിഫൈ രേത്തിന്റെ അഡ്മിനായിട്ടിരിക്കുമ്പോൾ രജിസാറിന് പറയാതിരിക്കാൻ പറ്റും. സീസൺ 1 സാബു, സീസൺ 2 രജിസാർ. പോരെ? ഓക്കെ ഭാഷ ഹാപ്പി അല്ലേ? ഹാപ്പി. ഇത്രയും പോരെ ഭാഷാക്ക, ഇത് പോരെ അളിയാ. അപ്പം സന്തോഷം, ഈ ലൈവ് വന്നുള്ള സന്തോഷം. ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല ലൈവുകളായിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം. ഭാഷക്കാതെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ പറയാം. അപ്പൊ ഇത് ലൈവ് ആദ്യം മുതൽ കാണാത്തവർക്ക് ഒന്നുകൂടെ പറയാം. ഭാഗ്യസ്റ്റ് ആത്മാനിക്ക് ഒന്നുകൂടെ പറയാം. ഞാൻ കൺക്ലൂഷൻ ചെയ്യാണ്. അപ്പൊ ലൈവ് കൺക്ലൂഷൻ ചെയ്യാണ്. കാര്യം ഒരു ലൈവ് ആദ്യം മുതൽ വരാത്തത് പറയാം. ബിഗ് ബോസ് സീസൺ 3 ലൈവ് അല്ല, ബിഗ് ബോസ് സീസൺ 3 നിർത്തില്ലെന്നാണ് നമ്മൾ ആദ്യം കരുതിയത്. അപ്പൊ അതുകൊണ്ടാണ് ലൈവ് നിർത്തുക. ബിഗ് ബോസ് സീസൺ 3 നിർത്തില്ലെന്നാണ് ആദ്യം കരുതിയത്. അപ്പൊ ഞാൻ ലൈവിന് വരുമ്പോഴും ബിഗ് ബോസ് സീസൺ നിർത്തില്ലെന്നാണ്. പക്ഷെ ഹോട്ടലിൽ എത്തിയതിനു ശേഷം പല കണ്ടസ്റ്റന്റും വീട്ടിലേക്ക് വിളിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും ഇനി ലൈവ് തുടരാൻ സാധ്യതയില്ല. ഈ ഉള്ള കണ്ടസ്റ്റൻസിനെ വോട്ടിംഗിലിട്ട് ടൈറ്റിൽ വിന്നറെ പ്രഖ്യാപിക്കുക എന്നുള്ളൊരു പോംവഴി മാത്രമേ ഇപ്പോൾ ഏഷ്യാന്റെ മുന്നിലുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വന്നത്. പക്ഷേ ഇതിന്റെ എല്ലാം തീരുമാനം എടുക്കേണ്ടത് ബാൻജയ് ഗ്രൂപ്പ്, ഏഷ്യാനെറ്റുമാണ്. അവർക്ക് ഇഷ്ടമുള്ളവർ ചെയ്യുക. അവർക്ക് വേണമെങ്കിൽ വീട്ടോട്ട് വിളിച്ചാലും കണ്ടസ്റ്റന്റ് വിളിച്ചുകൊണ്ട് വീണ്ടും ബിഗ് ബോസ് നടത്താൻ അല്ലെന്ന് ഒരു തെറ്റില്ല. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ബിഗ് ബോസ് വീണ്ടും പ്രക്ഷോഭനം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ടൈറ്റിൽ വിന്നറെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇനി പുതിയ നല്ല വാർത്തകൾ വരുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ട നിർവാഹമുള്ളൂ. അപ്പൊ ഈ ലൈവിൽ വന്ന എല്ലാവർക്കും സന്തോഷം, വളരെ സന്തോഷം. ഈ ലൈവ് ഷെയർ ചെയ്തവർക്ക് സന്തോഷം, കമന്റുകൾക്ക് സന്തോഷം, ലൈക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും സന്തോഷം. ഓക്കെ, അപ്പം നല്ല ലൈവായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.